السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമല്ലേ സത്യവിശ്വാസിനിമാരെ, സ്റ്റേജിലുള്ള ಗಣ್ಯ ವ್ಯಕ್ತಿಮಾರೆ, ಹಂಡೇಲ್ ಘಟಕತೆ ವತಿയിൽ ನಿಂತು ಇನ್ನು ಕೂಡ ഒരു ಪ್ರಭಾಷಣ ಕಾರ್ಯಕ್ರಮ ഇപ്പൊ നടക്കുള്ളത്. ഈ ಕಾರ್ಯಕ್ರಮത്തിൽ നക്ക് പലക്കപരി തന്നെ വിഷയ തിരുതപ്പൂണ്ടിലെ യുവസമൂഹ ചൊല്ലി വിഷയത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് തന്നെ ജീവിതത്തിൽ ഏറ്റവും പ്രാമുഖ്യത്തിലുള്ള ഒരു കാലഘട്ടം എത്തിക്കറ് യൗവന ചൊല്ലത് അല്ലെങ്കിൽ യുവത്വ ചൊല്ലത്. ജീവനത്തെ സെന്റർ പോയിന്റ് എത്തിക്കറ് യുവത്വ ചൊല്ലത്. ഏതുപോലെ ചൊല്ലുണ്ടെങ്കിൽ ഉച്ച നേരത്തേക്ക് സൂര്യൻ അങ്ങനെ തലയുടെ മേലിക്കറ്. ആ സമയത്തിൽ നല്ല ചൂടിക്കിരണമോ, ആ ചൂടായിട്ടിക്കറ് യൗവന ചൊല്ലത്. സുബൈ നേരത്തേക്ക് സൂര്യ ഉദയിക്കറ്, അതിന് ചൂട് അത്ര ഉണ്ടാവില്ല. അസർ നേരത്തേക്ക് സൂര്യ അസ്തമിക്കറ്, ആ സമയത്തും ചൂടുണ്ടാവില്ല. എന്തെങ്കിലും ഉച്ച നേരത്തേക്ക് സൂര്യന്റെ ചൂട് നല്ലതായിട്ടിക്കറ്. അതേപോലെ മനുഷ്യന്മാർക്ക് മൂന്ന് നമ്പത്തുള്ള ജീവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ തന്ന. ഒന്ന് രണ്ട് ജീവന ദൗർബല്യ, അതായത് ദുർബലമായ ഒരു ജീവനമായിട്ടിക്കറ്. അതില് ഉമ്മയുടെ ബൈത്തിൽ നിന്നിട്ട് ഞങ്ങൾ ഈ ദുനിയാവ് കടന്നു ಬಂದ ആ സമയ എന്തു ആക്കുകാവാത്ത ഒരു കാലഘട്ടമായിട്ടിക്കറ്, ദുർബലമായ ഒരു സമയമായിട്ടിക്കറ് ഞങ്ങൾക്കുള്ളത്. അതേ നേരത്തേക്ക് വയസ്സര കാല, ആ കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുർബലമായ അല്ലെങ്കിൽ എന്ത് ആക്കുകാവത്തെ ഒരു അവസ്ഥയുടെ ഒരു ജീവനമായിട്ടിക്കറ്. ഇതിന് നടുവിലുള്ള ജീവനായിട്ടിക്കറ് നേരത്തെ ചൊന്ന പോലെ നല്ല ചൂടുള്ള ആ സൂര്യ ഉച്ച നേരത്തേക്ക് എങ്ങനെ ചൂട് തന്ന അങ്ങനത്തെ ചൂടുള്ള ഒരു ജീവനമായിട്ടിക്കറ് യൗവന ചൊല്ലത്. ഖുർആൻ ആ വിഷയം ഞങ്ങൾക്ക് പഠിപ്പാറ്റന്റെ മനുഷ്യന്മാർ മുന്നോട്ട് രണ്ട് രൂപത്തിലെ ദുർബലമായ
ദൗർബല്യമുള്ളേ ഒരു ജീവനുണ്ട് മുന്നോട്ട് കടന്നു പോണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല അല്ലാഹുല്ലദീ ഖലഖകും ളഅഫൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾക്ക് പഠിപ്പാറ്റണ്ട മനുഷ്യന്റെ 3 ഘട്ടത്തെ വിഷയത്തില്. അല്ലാഹുല്ലദീ ഖലഖകും ളഅഫൻ, അല്ലാഹു നിങ്ങളെ ദുർബലാവസ്ഥയിൽ നിന്ന് നിങ്ങളെ പഠിച്ചവನು അല്ലാഹു ആയിത്തിക്കറാൻ. ثم جعل من بعد ضعف قوة, ആ ദുർബലത്തിൽ നിന്ന് നിങ്ങൾക്ക് ശക്തി തന്നവನು അല്ലാഹു ആയിത്തിക്കറാൻ. ثم جعل من بعد قوة ضعفا, പിന്നെ ആ ശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ദൗർബല്യ ബലഹീന തന്നവനും അല്ലാഹു ആയിത്തിക്കറാൻ. 3 ഘട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു ചൊന്ന. ഒന്നാമത്തേത് ഉമ്മയുടെ ബൈത്തിൽ നിന്ന് പുറത്തു വന്ന് ആ ഒരു സമയമായിത്തിക്കറ്. അപ്പൊ അല്ലാഹു ചൊല്ലേ അതൊരു ദൗർബല്യമായ ഒരു സമയമായിത്തിക്കറ്. മനുഷ്യവും കാലി ബുൾപുടവ് മാത്രമേ ഉമ്മയുടെ ബൈറ്റ് പുറത്തു വന്നപ്പ കാലി ബുൾപുടവ് മാത്രമേ സാധ്യത ഒരു കാലഘട്ടമായിത്തിക്കറ്. എന്തു ആകുകാവാത്ത ഒരു കാലഘട്ടമായിത്തിക്കറ്. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ വ്യത്യസ്തമായ ആ ഭാഗത്തെ നമുക്ക് പഠിപ്പാട്ടണ്ട. ഉമ്മയുടെ ബൈത്തിൽ നിന്ന് പുറത്തു വന്നാൽ പിന്നെ ആ കിടവു ചെറിയ ഉസുറാവുಡು, അങ്ങനെ ദൈക്കോ ഉസുറാവുಡು, അങ്ങനെ നടുക്കോ ഉസുറാവുಡು. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ശക്തി കൊടുക്കുക. എന്നെങ്കിൽ ആ ശക്തി അവന്റെ പെർമനന്റ് ആയിട്ടില്ല, ബദലായിട്ട് ثم جعل من بعد قوة ضعفا. പാടും അവന് ഫസ്റ്റ് ഒരു ഏതോ ഒരു കാലത്ത് അവൻ ഇന്നണ അതേ അവസ്ഥയിൽ മനുഷ്യ എത്തുകൊണ്ട് ചൊല്ലുന്നു വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാറ്റണ്ട. അതുകൊണ്ടല്ലേ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ മനുഷ്യന്മാരായ ഞങ്ങളെ ആയുസ്സിന്റെ വിഷയത്തില് ഒരു ഉദാഹരണം തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാറ്റണ്ട. എത്ര എത്തിക്കുന്ന ഞങ്ങളെ ആയുസ്, എങ്ങനെ എത്തിക്കുന്ന ഞങ്ങൾ ഈ ദുനിയാവുടെ ആയുസ് ഉണ്ടോ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പാറ്റണ്ട. അഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഈബുൻ വലഹൂൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവുടെ ജീവിതത്തെ വിഷയത്തിൽ ഒരു ഉദാഹരണം ചൊല്ലിട്ട് നമുക്ക് പഠിപ്പാറ്റണ്ട. അഅലമു, നിങ്ങൾ അറിയുന്നു, അന്നമൽ ഹയാത്തുദ് ദുനിയ, നിശ്ചയമായിട്ടും ഈ ദുനിയാവുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ ലഈബുൻ വലഹൂൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. വിനോദ, കലി, അതേപോലെ മക്കളെ വിഷയത്തില്, അതേപോലെ സമ്പത്തിന്റെ വിഷയത്തില് ഹിരിമെ തന്നെ കാട്ടുദൈത്തിക്ക് ഈ ദുനിയാവും അല്ലാഹു ചൊല്ലി. റബ്ബ് സുബ്ഹാനഹു ചൊല്ലി ഈ ദുനിയാവൻ ചൊല്ലുണ്ടായെങ്കിൽ കാലി കളി വിനോദ അലങ്കാര അതേപോലെ പരസ്പര ഹിരിമെ കാട്ടുദൈത്തിക്ക് ഈ ദുനിയാവും എന്ത് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ല കമസലി ഗൈസിൻ അഅജബൽ കുഫാറ. മനുഷ്യന്മാരുടെ ജീവൻ ഈ ദുനിയാവുടെ ജീവിതം ചൊല്ലുണ്ടായെങ്കിൽ ഒരു മല പോലെ എത്തിക്കരുത്. മല പണ്ട് മലയുടെ ടൈമിൽ മല പണ്ട് ആ മല പോലെ എത്തിക്കരുത്. എന്താ എത്തിക്കരുത്? ആ മലയുടെ പ്രത്യേകത, ആ മല പണ്ട സമയത്തില് കൃഷിയാക്കുന്ന ആൾമാർ അങ്ങനെ ഭൂമിയിൽ വിത്തിര ഇട്ടുകൊണ്ടുവരും. ആ സന്ദർഭത്തില് അത് ആകാശത്തിൽ നിന്ന് ആ വിത്തിര മേലുക മലയുടെ തന്നി വർഷിക്കരുത്. ആ സമയത്തില് ആ വിത്തിൽ നിന്ന് ഒരു തൈ കൊടുക്കരുത്. നല്ല പച്ച പിടിച്ച തൈയായിട്ടിക്കരുത്, കാണുക പച്ച കളറുള്ള തൈയായിട്ടിക്കരുത്. ഞങ്ങൾ നോക്കിയിട്ടുള്ള ഈ അരിയെ കണ്ടല്ല ഞങ്ങൾ നോക്കിയിട്ടുള്ള അതിങ്ങനെ കൊടിച്ചു പണ്ട സമയത്ത് നോക്കുക ആ കണ്ട ഇടി പച്ച പിടിച്ചിട്ട് നിൽക്കരുത്, നല്ല കളറായിട്ടിക്കരുത്. ആ സന്ദർഭത്തില് കൃഷിയാക്കരക പോലും അത്ഭുതപ്പെട്ടു പോകുന്നവരും, കൃഷിയാക്കരക ആ വിത്തിട്ടങ്ങ പോലും അത്ഭുതപ്പെട്ടു പോകുന്നവരും എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا. ആ തൈ എന്താവുടു, ആ പച്ച പിച്ച തൈ അതേ പച്ച കളറിൽ വെള്ളയാവുടു. ആ പച്ച കളറിൽ വെള്ളയായിട്ട് വരുമ്പോ അതിൽ നിന്ന് അത് നമുക്ക് അരി തണ്ട്, അതേപോലെ ഗോധി തണ്ട്, അങ്ങനെ ആ ഗോധി അരി ആയാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി ثم يهيج فتراه مصفرا ثم يكون حطاما. ആ തൈക്ക് ഒരു മഞ്ഞൾ കളർ ബാധിക്കുന്നുണ്ട്, ആ തൈക്ക് ഒരു മഞ്ഞൾ കളർ ബാധിക്കുന്നുണ്ട്.
ಮನುಷ್ಯ ಇದೈತಿಕ್ ನಿಂದು ದುನಿಯಾವುടെ ജീവിത കാണില്ല. ആ തൈ, ആ അരിയുടെ നെല്ല അവിടെ ആ തൈരെ നിങ്ങൾ നോക്കിയിട്ടില്ലേ? പച്ച പിടിച്ചിട്ടിന്റെ തൈ അതിൽ അരിയായിട്ട് അതിൽ ആൾമാർ അരിയെടുക്കുന്ന സമയത്തില് അതെന്തായിട്ടിക്കറ തൈ മഞ്ഞൾ കളർ ബാധിച്ചിട്ടിക്കറ്. അതിൽ തള്ള വഴിപാട്ടന്റെ നിന്റെ ഫസ്റ്റ് കാലഘട്ടത്തിൽ നീ പച്ച പിടിച്ചിട്ടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വിധമായ ജീവിതം ഈ ദുനിയാവിൽ തന്ന എന്നിട്ട് അവസാനമായിട്ട് ആ തൈക്ക് എങ്ങനെ മഞ്ഞ കളർ ബാധിക്കുന്നുണ്ട അതേപോലെ നിക്കൊരു ബയസ് അവസാനമായ ആ ദൗർബല്യമുള്ള ആ കാലഘട്ട നിന്റെ മുന്നിൽ ഒത്തുകൊണ്ട് ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് നമുക്ക് വഴിപാട്ടണ്ട. അതുകൊണ്ടേറ്റിക്കര് മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ദുനിയാവുടെ ജീവിതം എന്ത് ചൊന്തു അയൽ നമുക്ക് പഠിപ്പാട്ടുണ്ട്. സഹാബത്തിനെ കണ്ട് ഒരു താബിയായിട്ടിക്കര് മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അയൽ ചൊല്ലു അദ്ദുനിയാ സലാസതു അയ്യാം. ദുനിയാവ് ചൊല്ലുണ്ടായെങ്കിൽ 3 നാളായിട്ടിക്കര്. ദുനിയാവ് ചൊല്ലുണ്ടായെങ്കിൽ 3 നാളായിട്ടിക്കര്. ഒന്നാമത്തേത് അമ്മ അംശി ഇന്നലെ കഞ്ഞിപ്പോയ നിമിഷങ്ങ അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തിരിച്ചു ബണ്ടില്ല. അത് കഴിഞ്ഞുപോയിട്ട് ഞങ്ങളെ പ്രവർത്തനം കൊണ്ട് അത് കഴിഞ്ഞുപോയിട്ട് ഇന്ന് ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു ബണ്ടില്ല. രണ്ടാമത്തേത് അമ്മ ഹദൻ നാളെ ചൊല്ലത് സഹോദരന്മാരെ ഈ പൽക്കവരെ നക്കാവട്ടെ കേക്ക് നിങ്ങൾ ഓരോരുത്തരാവട്ടെ ഞങ്ങൾക്ക് ചൊല്ലുക സാധ്യമുണ്ട. നാളെ ನಾನು ഈ ദുനിയാവുടെ മേലെ ഹയാത്തുള്ള ചൊല്ಲು ആരെങ്കിലും ചൊല്ലുക സാധ്യമുണ്ട. അത് ഖുർആൻ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പഠിപ്പാക്കുന്നത് വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ എന്താക്കുന്ന ചൊല്ಲು ഒരു നഫ്സും ചൊല്ലുക സാധ്യമല്ല, ഒരാളും ചൊല്ലുക സാധ്യമല്ല. ഈ ദുനിയാവുടെ രണ്ടാമത്തെ ജീവിതം ഏത് നാളെ ചൊല്ലത് അത് കിട്ടിയങ്ങായിട്ട് ഇന്നത്തേത് കഞ്ഞുപോയിട്ട് അത് ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു വന്നില്ല. നാളെ ചൊല്ലത് അത് സംശയമായിട്ടിക്കര്. എന്നിട്ട് അതിൽ ചൊല്ലു ഫല്യോം ഇപ്പൊ കിട്ടു നിക്കത് ഈ കിട്ടുണ്ടുള്ള ഈ നാൾ ഈ നിമിഷ അത് നിന്റെതായിട്ടിക്കര്. അതിൽ നല്ല രൂപത്തിൽ നീನು പ്രവർത്തിക്കും ചൊല്ಲು മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. എത്രത്തോളം ചൊല്ലുണ്ടായെങ്കിൽ ഇന്ന് സൂര്യ സുബൈക്ക് ഉദയിച്ചിട്ട് അസർ നേറാകുമ്പോ അത് അസ്തമിക്കര്. ആ സൂര്യ അസ്തമിക്കുമ്പോ ഞങ്ങൾക്ക് തന്റെ സൂചന എന്ത് നിന്റെ ഒരു നാളത്തെ ആയുസ് കുറഞ്ഞു പോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ ബൈത്തിലെ ഞങ്ങൾ എത്ര കാലം കൂടെ ജീവിക്കണം ചൊല്ಲು അല്ലാഹു ഉമ്മയുടെ ബൈത്തിലെ തീരുമാനാക്കി വെച്ച എപ്പ മരിക്കണു, എവിടെ മരിക്കണു, ഏത് സന്ദർഭത്തിൽ മരിക്കണു, ഏത് നിമിഷത്തിൽ മരിക്കണു, ഏത് പക്കത്തിൽ മരിക്കും ചൊല്ಲು ഉമ്മയുടെ ബൈത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ അജലിന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു വെച്ച എന്നെങ്കിലും ആ ഉമ്മയുടെ ബൈത്തിൽ നിന്ന് പുറത്ത് വന്നേൽ പിന്നെ ഞങ്ങളുടെ വർഷത്തെ കണക്ക് സുറാവുടും. അങ്ങനെ സുറായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് ആ മരണത്തെ കൈത്തിക്കര് നാനും നിങ്ങൾ മുട്ടപ്പോയിട്ടില്ലേ. ഓരോരോ ഹെജ്ജ വയ്ക്കുമ്പം, ഓരോരോ നാല് കഴിയുമ്പം, ഓരോരോ നിമിഷം, ഓരോരോ വർഷം കഴിയുമ്പം ഞങ്ങൾ നിന്നിട്ട് ഞങ്ങളെ ആയുസ് കുറഞ്ഞോണ്ട് വന്നേ. ഏത് പോലെ ചെന്നുണ്ടെങ്കിൽ ആ സൂര്യൻ ഞങ്ങൾക്ക് ഡെയിലി സൂചന തന്നിട്ടുണ്ടോ. അത് അസ്തമിക്കുമ്പോ ഞങ്ങൾ നോക്കില്ല ആ സൂര്യ അസ്തമിക്കുമ്പോ ഞങ്ങൾക്ക് തന്റെ സൂചന എന്തേ ഇന്നത്തെ നിന്റെ ആയുസ് തീർന്നു പോയിട്ട് ഇതേപോലത്തെ ഒരു സൂര്യ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഉദയിക്കില്ല ചൊല്ലില്ലേ സൂചന എത്തിക്കര് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ടേറ്റിക്കര് സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്ന കാലത്തോളം ഈ ദുനിയാവുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല. എത്രത്തോളം ആൾക്ക് ആയുസ് തന്നെ ചൊല്ലു ഒരാളും ചൊല്ലുക സാധ്യമല്ല. എവിടെ എപ്പ മരിക്കുന്ന ചൊല്ലുക സാധ്യമല്ല. അതുകൊണ്ടേറ്റിക്കര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നെ ഈ ജീവിതത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട നിലയ്ക്ക് ഞങ്ങൾ ജീവിക്കണം. ആ അല്ലാഹു തൃപ്തിപ്പെട്ട നിലയ്ക്ക് ജീവിക്കണം. ആ ജീവനത്തില് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാലാവസ്ഥയിട്ടിക്കര് ഞങ്ങളെ യൗവന ചൊല്ലത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറിൽ 4 പ്രശ്നം അല്ലാഹു കേൾക്കറ, 4 ക്വസ്റ്റ്യൻ അല്ലാഹു കേൾക്കറ. ആ ക്വസ്റ്റ്യനില് ലാ തസൂലു ഖദമൽ അബ്ദി യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ അർബഇൻ അൻ ഉംരിഹി ഫീമാ അഫ്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 പ്രശ്ന കേൾക്കറ. ആ പ്രശ്നಕ್ಕೆ ഉത്തര കൊടുക്കാണ്ട് ഒരു പാദ അവന് മുന്നോട്ട്, ഒരു ಹೆಜ್ಜೆ ಅವನು ಮುನ್ನೋಲ್ಬೇಕಿಲ್ಲ ಚಂತು ನಬಿ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമകും ഒരു ഹജ്ജാവും മുന്നോട്ട് സാധ്യമല്ല. അതിൽ ഒന്നാമത്തേത് അല്ലാഹു കേൾക്കേ അൻ ഉംരിഹി ഫീമാ അഫ്നാ, നിന്റെ ആയുസ് നീ എന്ത് ഉപയോഗപ്പെടുത്തിയ അല്ല ഞങ്ങൾക്ക് കേൾക്കற. കാരണം അവനല്ലേ ഈ ദുനിയാവുടെ ആയുസ് ഞങ്ങൾക്ക് തന്നവನು. ആ റബ്ബൈത്തിക്കറ എന്തിಗೆ നിന്റെ ആയുസ് നീ എന്തിಗೆ ചെലവാക്കി ചെന്തോ അല്ല കേൾക്കറ. അതിൽ പ്രധാനപ്പെട്ടമായി ചോദ്യത്തിക്ക് വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, നിന്റെ യൗവനത്തെ നീ എന്ത് ഉപയോഗപ്പെടുത്തിയ, നിന്റെ യൗവനത്തെ നീ എന്ത് ഉപയോഗപ്പെടുത്തിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും പ്രശ്ന കേൾക്കുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാറ്റുണ്ട്. സഹോദരന്മാരെ, ഈ പ്രശ്ന ഞങ്ങൾക്ക് കേട്ടെങ്കിൽ ഞങ്ങൾക്ക് ചൊല്ലുകൊള്ള ഉത്തരം എന്തിട്ടുള്ളത് ഞങ്ങളെ ബാല്യകാല അവസരം ഞങ്ങൾ എന്തിട്ട് തീർത്ത, അല്ലെങ്കിൽ ഇപ്പൊ ബാലക്കാരുള്ള ബാലക്കാർമാരും ബാലക്കാർത്തിമാരും ആഴ്ചനാക്കണു. അല്ല തന്നെ ഈ നല്ല ഒരു സമയത്തെ എന്തും ഉപയോഗപ്പെടുത്തേണ്ടുള്ളൂ. അപ്പൊ എന്ത് കേട്ടിട്ട് ഈ കാലാവസ്ഥ ഞങ്ങൾ ഉപയോഗപ്പെടുത്തണം, എന്ന് കേട്ടിട്ട് ഈ കാലാവസ്ഥ ഉപയോഗപ്പെടുത്തണു നന്മക്ക് മാത്രമേ ഉപയോഗപ്പെടുത്തണു. ദുശ്ശീലത്തുകല്ല ഈ ജീവനത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ല തൃപ്തിപ്പെട്ട നിലയ്ക്ക് ഈ യൗവനത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തണു. ಬೆಡಕು ತರ್ತಗಲ್ಲ. ಕಾರಣ ಇಂದത്തെ ಯುವ ಸಮೂಹ ಪಲೆ ನಮ್ತುಲ್ಲ ಬೆಡಕು ತರ್ತಗೆ കൂട്ടമായിട്ട് പോയിട്ടുണ്ടു. കൂട്ടമായിട്ട് ഇന്നത്തെ യുവ സമൂഹ അത് ആണാവട്ടെ പെണ്ണാവട്ടെ പല നമ്തുല്ല ಬೆಡಕು തർത്തു പോയിട്ടുള്ളൂ. അള്ളാഹുടെ സൂക്ഷിച്ച് ജീവിച്ചോണ്ടില്ല, റബ്ബിനെ സൂക്ഷിച്ചിട്ട് ജീവിച്ചോണ്ടില്ല. അള്ളാഹുടെ സൂക്ഷിച്ച് ജീവിക്കണു. സഹോദരന്മാരെ, ಬೆಡಕು ചൊല്ലുമ്പോ ആ ಬೆಡക്കില് ഏറ്റവും വലിയ ಬೆಡക്കേത്, ഏറ്റവും വലിയ ಬೆಡക്കേത് കല്ലുകുടിയല്ല, വ്യഭിചാരമല്ല, ബദലായിട്ട് ശിർക്കൈത്തിക്കരുത്. ഖാലിഖായ റബ്ബിനെ വിട്ടിട്ട് മഖ്ലൂഖുകളെ ആരാധിക്കുന്നതിക്കരുത്. ഈ ദുനിയാവിലുള്ള ಬೆಡಕത്തെ ഏറ്റവും ടോപ്പിലുള്ള ಬೆಡക്ക്, ആ ಬೆಡക്കിങ്ങൾ ഉമ്മ ചൊന്തറിയൽപ്പെട്ടത്. അല്ലാഹു അല്ലാത്ത പല പടുപ്പുകളെ വിളിച്ച് ആരാധിക്കരുത്. എന്നിട്ടെങ്കിൽ ഒരു ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം. കൊറിയ ബാലക്കാർമാർ കഴിഞ്ഞു പോയിടുന്നു. സൂറത്ത് കഹ്ഫില് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടുണ്ട്. വെള്ളിയാഴ്ച ഓതിരെ സുന്നത്താക്കൽപ്പെട്ട് ആ സൂറത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചരിത്രം നിങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. ഗുഹവാസികളുടെ വിഷയത്തില്, ചില ബാലക്കാർമാരുടെ വിഷയത്തില്, ചില യുവക്കന്മാരുടെ വിഷയത്തില് എന്തിനെ ആ റായത്തിലുള്ള ഭരണാധികാരി അവന് ആൾമാരെ ആഹ്വാനാക്ക. എന്നിട്ട് അല്ലാഹു അല്ലാത്ത പടുപ്പുകളെ വിളിച്ച് ആരാധിക്കൂ അവന് ആഹ്വാനാക്കിയ റായത്തങ്ങളെ. ആ സന്ദർഭത്തില് അവിടെ ചില ബാലക്കാർമാർ ഇന്നോറും ആ റായത്തില് ഈമാനുള്ള അള്ളാന്റെ മേൽ അടിവച്ച് ഈമാനുള്ള ബാലക്കാർമാർ തങ്ങളെ വിഷയത്തല്ല ചൊല്ലേ ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം, അങ്ങ് തങ്ങൾ റബ്ബിന്റെ മേലെ ഈമാൻ വെച്ചങ്ങ. ബാലക്കാർമാർ അടിവച്ചിട്ട് ഈമാൻ വെച്ചങ്ങ. അങ്ങ് ഇങ്ങനെ ആഹ്വാനാക്കുമ്പോ ഈ ഭരണാധികാരി ശിർക്കിന് ഇങ്ങനെ ആഹ്വാനാക്കുമ്പോ അങ്ങ് ചൊന്ന പൊലക്ക ഇത് കോമു അങ്ങ് എഞ്ചി നിന്ന് ചൊന്ന ബാലക്കാർമാർ ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ. അങ്ങ് ഒന്നടങ്കം ആ ബാലക്കാർമാര് അവിടെ നിന്ന് എഞ്ചിട്ട് ചൊന്നോറ് എന്തായിട്ടിക്കര് ആകാശ ഭൂമി പഠിച്ച് ആ റബ്ബൈത്തിക്കര് ഞങ്ങൾ റബ്ബു അവന്റെ വിട്ടിട്ട് ഒരാളിനെ ആരാധിക്കില്ല. ആര് ചൊന്നിത്? ആറായത്തെ ബാലക്കാർമാർ അങ്ങ് ഈമാനുള്ളങ്ങായിട്ടുള്ളവർ. ബാലക്കാർമാരെ, ഒന്നാമത്തെ വിഷയം ഞങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ ഒരു മനുഷ്യ ശരിയായിട്ടെങ്കിൽ അവന്റെ ജീവിതം ഫുള്ള് ശരിയാവുള്ളൂ. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കടന്നു വന്നിട്ടാകുമ്പോ അവിടെ പല നംത്തിലെ ಬೆಡಕತರ ആറായത്തിൽ നിറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരത്തിൽ മുഴുങ്ങിട്ടിന്ന ആൾമാരെ കൊന്നിട്ടിന്ന ആൾമാർ, കല്ല് കുടിച്ചിന്ന ആൾമാർ എത്ര തോൽ ചൊന്നിട്ടെങ്കിൽ ഒരു ലോട്ടറി ഉൾക അങ്ങ് കുടിക്കുന്ന ഇത് ലോട്ടറി ഉൾക ഈ പെണ്ണായി ചെത്തണ്ടെങ്കിൽ ഈ പെടയെത്തി തങ്ങ ചൊന്ന ಇನ್ನೊರು ಈ പെണ്ണെ ನೀನು ಭಾಗ್ಯವಂತನಾಯ್ತಲ್ಲ. ಈ ಕಲ್ಲುಗಳ ಉಳ್ಗ ಬೂಂತು ನಿಕ್ಕ ಮರಿಕೋಗು ಸೌಭಾಗ್ಯಕ್ಕಿತ್ತಲ್ಲೇ മാത്രമല്ല ഞങ്ങൾ മരിച്ചുണ്ടെങ്കിൽ ഞങ്ങളെ കബറിന്റെ മേലെ ദ്രാക്ഷയുടെ ബല്ലികൾ നടുവ് ചൊന്നിട്ടിന്നെ ആ ജനവിഭാഗത്തെ മുന്നോളു മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന് ആക്കിയ ഒന്നാമത്തെ ഉത്ബോധന എല്ലാ നബിമാരും അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാനും നന്നെ കാണ്ടി മുന്നോളു കഴിഞ്ഞു പോയ നബിമാർ ചൊന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരിക്കുന്നത്. ആരാധനയ്ക്ക് അർഹനായ അല്ലാഹു മാത്രമേ
അവനല്ലാണ്ട് ഒരു ഇലാഹില്ല ചൊല്ല് മഹത്തരമായ ആ കലിമത്ത് തൗഹീദായിട്ടിക്കരെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വ്യഭിചാരമുണ്ട്, കല്ലുകുടിയുണ്ട്, അങ്ങനത്തെ പല നംതല്ലേ തോന്നിവാസ റായത്തുന്നു എന്നെങ്കിലും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുന്നോട്ട് ಬಂತು ചൊന്ന ഒന്നാമത്തെ വിഷയ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കൂ. ഈ കാബാലത്തെ ഉൾകൊള്ളെ 300 ചില്ലറ വിഗ്രഹങ്ങളുണ്ട്. ഇത് ആരാധനയ്ക്ക് അർഹമല്ല. ഖാലിഖായ റബ്ബിനെ നിങ്ങൾ ആരാധിക്കൂ ചൊല്ലുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുന്നോട്ട് കടന്നു ಬಂತು. ഇതൈത്തിക്കര സമൂഹത്തെ മുന്നോട്ട് ഒരു സമൂഹത്തെ മുന്നിൽ നമുക്ക് ചൊല്ലുകൊള്ളത് സൽഫി പ്രസ്ഥാന എല്ലാ കാലഘട്ടത്തും ആൾമാട്ടിಗೆ ഒന്നാമത്തെ ചൊല്ല വിഷയ. ഇത് ആർക്കും വെടിയോಗಿಲ್ಲ. കാരണ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 150 വർഷ തന്റെ റായത്തെ ആൾമാട്ടിಗೆ ലൈലും നഹാറ ജാവും പോലും ചൊന്ന വിഷയത്തിക്കരെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂ. അവസാന റായത്തെ ആൾമാർ കാത് കൈവച്ചുണ്ട്. ചരിത്രം നമുക്ക് വെളിപ്പാട്ടല്ലേ അത് ചൊല്ലുകൊള്ളതൈത്തിക്കരെ അത് ആർക്കും വെടിയോಗಿಲ್ಲದಲ್ಲ. ഇന്ന് ആർക്കും വെടിഞ്ഞെന്നും ಶಾಂತ ഈ തൗഹീദ് ഇത് എപ്പോഴും ചൊല്ലുകൊള്ളതത്. കാരണ അവസാനമായിട്ട് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് മരിക്കൊണ്ടെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് ആ ആദർശത്തില് മരിക്കുന്നവത്തോളൂ അടിവച്ചിന് കളിക്കോളൂ. ಅದೈತಿಕ್ರೆ ಅಸ್ಹಾಬುಲ್ ಕಹ್ಫ್ ಆ ಬಾಲಕರ ಬಚ್ಚಲ್ಲಿ ಅಲ್ಲ ಆಹ್ವಾನ ಹಾಕುಂಬೋ ಶಿರ್ಕಿಗೆ ಆಹ್ವಾನ ಹಾಕುಂಬೋ ಇಲ್ಲ. ಆಕಾಶ ಭೂಮಿ ಅದರ ಪಡೆച്ച ರಬ್ಬೈತಿಕ ನಗ ರಬ್ಬು ಅವನು ಬಿಟ್ಟು ಒರಾಳ್ದು ನಗ ಆರಾಧಿಕ್ಕಿಲ್ಲ, ಅವನು ಬಿಟ್ಟು ಒರಾಳ್ದು ನಗ ಪ್ರಾರ್ಥನೆ ಹಾಕಿಲ್ಲ, ಅವನು ಬಿಟ್ಟು ಒರಾಳ್ದು ನಗ ಸಹಾಯಕ್ಕಿಲ್ಲ ಚೊಂದು ಆ ಬಾಲಕಾರ್ ಮರ್ಚೊಲ್ಲರು ಬಾಲಕಾರ್ ಮಾರೆ ಈ ಶಬ್ದಂ ಕೇಕಿದಂಡೆ ಇವತ್ತ ಉಳ್ಳೆ ಬಾಲಕಾರ್ ಮಾറും ബാലക്കാർത്തിമാർ മാഞ്ചനാക്കണം. ഞങ്ങൾക്ക് ഒന്നാമത്തെ പണി ഉള്ളത് ഞങ്ങൾ യൗവനത്തില് ശിർക്കിന് എതിരായിട്ടുള്ള ഹോരാട്ടമൈത്തിക്കര് ശിർക്കിന് എതിരായിട്ടുള്ള ഹോരാട്ടമൈത്തി. കാരണ ഒരാള് ശിർക്കാക്കിട്ട് അങ്ങനെ തൗബ ചെയ്യാണ്ട് അവൻ മരിച്ചു പോയിട്ടെങ്കിൽ അതിന് ഗൗരവമായിട്ട് അല്ല വെളിപ്പെട്ടെങ്കിൽ ഒരു അമലും അല്ല സ്വീകരിക്കില്ല. ഒരാൾ 50 വർഷം നിസ്കരിച്ചിട്ട് 50 വർഷം നോമ്പ് പിടിച്ചിട്ട് പ്രതി വർഷ 50 ವರ್ಷ ഹജ്ജാക്കിട്ട് എല്ലാ നംതല്ല അമല സ്വാലിഹാത്താക്കിട്ട് എന്നെങ്കിലും അതിലെ കാലെടുക്കുമ്പോ യാ മയ്യത്തി അല്ലെങ്കിൽ യാ റിഫായി ചൊന്തോ അല്ലെങ്കിൽ ആരെങ്കിലും അതിൽ അല്ലാഹു അല്ലാത്ത ഏത് പടപ്പടെ വിളിച്ചുണ്ടെങ്കിൽ അമലുക്ക അതിൽ അമല് എല്ലാം പൊഞ്ഞു പോയിട്ട് ഒന്നും അതിൽ ഉപകാരപ്പെടില്ല. ഇത് ഇസ്ലാമൈത്തേക്ക് ഞങ്ങൾക്ക് വെളിപ്പെട്ടണ്ടേ, ഇത് ഖുർആനൈത്തേക്ക് വെളിപ്പെട്ടണ്ടേ. അപ്പൊ ഒന്നാമത്തെ വിഷയം അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. രണ്ടാമത്തേത് ഞങ്ങൾ മനസ്സിലാക്കുള്ളത് യുവത്വം മനസ്സിലാക്കുള്ളത് ഇന്ന് ദുനിയാവിന് ഓരോ നാൾ കലിയുമ്പോ ഓരോ നംതല്ലേ ಬೆಳಕುತ್ತಾರೆ ಯಾರಾಯಂಟುಂಡು ನಂಗೆಲ್ಲಾರು ಗೊತ್ತುಂಡು ಓರೋರು ಬೆಳಕುತ್ತಾರೆ ಯಾರಾಯಂಟುಂಡು ആ ಬೆಳಕು തത്ത് എല്ലാം ഞങ്ങൾ യുവ സമൂഹം പോയിട്ട് പോകുന്നുണ്ടുണ്ടോ എന്നെങ്കിലും മനസ്സിലാക്കുന്നു. ഒരു ചരിത്രം മനസ്സിലാക്കുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിക്കര് ആരൈത്തിക്കര് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൂന്നൈത്തിക്കര് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഞങ്ങൾക്ക് എല്ലാവരും കൊണ്ടുണ്ട്. സൂറത്ത് യൂസുഫിലു ഞങ്ങൾക്ക് പല നംതല്ല ഗുണപാഠങ്ങ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പഠിപ്പാട്ടണ്ട. ആ യൂസുഫ് നബി ഒരു കൊട്ടാരത്തിൽ എത്തുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുണ്ട്. ആ ചരിത്ര ನಾನು വിശദീകരിക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ചരിത്രം കൊണ്ടുണ്ടോ. അങ്ങനെ ആ കൊട്ടാരത്തില് ആ അസീസ് രാജാവുടെ പെഞ്ഞായി ഒരു നാള് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല സൗന്ദര്യമുള്ള ഒരാളായിട്ടുണ്ട്, നല്ല ചന്തമുള്ള ഒരു യുവക്കായിട്ടുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ രാജാവുടെ പെഞ്ഞായി വ്യഭിചാരത്തിക്ക് ആഹ്വാനാക്കിരെ വ്യഭിചാരിക്കുമ്പോ വിളിക്കരെ ഒരു ബെഡ്റൂമിൽ ഒഴുക എല്ലാ ബായിന്റെ അടിച്ചിട്ട് ബാ നീ നന്റെ മുട്ട കടന്നു പാച്ചൊന്തു ആ പെണ്ണ് വിളിക്കുമ്പോ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്ന പലക ബാലക്കാർത്തിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഇത്രയുള്ള ആരോഗ്യ ആഫിയത്ത് നിയമത്തಂತೆ അള്ളാന്റെ സൂക്ഷിച്ച് ഞങ്ങൾ ജീവിക്കില്ലല്ലേ. അതാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ റൂമിലുള്ള ആരുമില്ല. അവളും ആ യൂസുഫ് നബി അല്ലാണ്ട് മൂന്നാമത് ഒരാള് അവിടെ ആ പക്കത്തിൽ ഇല്ല. ബായിൽ ഇട്ടിട്ട് ബന്ധാക്കിയിട്ടുണ്ടോ അവള് വിളിക്കുന്ന വ്യഭിചാരത്തിക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്ന പലക ഖാല മഅദല്ലാഹ് ഞാൻ അല്ലാഹുവിಗೆ കാവലിൽ കേൾക്കற ഈ പണിക്ക് ഞാനില്ല. നന്റെ റബ്ബ് നന്റെ നോക്കിയിട്ടുള്ള നന്റെ അല്ല നോക്കിയിട്ടുള്ള ആര് കാണുന്നില്ലെണ്ടെങ്കിൽ എന്നെന്നും ഹയാത്തുള്ളേ എന്നെന്നും നന്റെ വീക്ഷണാക്കിണ്ടല്ലേ നന്റെ മനസ്സിലറിയവനും നിങ്ങളെ കണ്ണിലെ കട്ടുനോട്ടത്തെയും നിങ്ങളെ മനസ്സിലെ ഉൾകൊള്ള രഹസ്യത്തെയും അറിയേ ആ റബ്ബ് നന്റെ നോക്കിണ്ടുള്ള
നോക്കിയിട്ടുള്ള മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പെണ്ണ് വ്യഭിചാരത്തിൽ വിളിക്കുമ്പോ അള്ളാഹുടെ തൊട്ട് ആ കാവലിലേക്ക് കേൾക്കൽ ചൊല്ലുമ്പോ ആ പെണ്ണ് ചൊല്ല പലക്ക പിന്നെ ആ പെണ്ണ് ചൊല്ല പലക്ക നീ നിന്റെ അപ്പൻ അനുസരിച്ചില്ലെണ്ടെങ്കിൽ നീ ജയിലിൽ പോയിട്ട് കിടക്കോ പറു നീ ജയിലിൽ പോണു പറു എന്തുക്ക് ಇದಕ್ಕೆ ಬಂದು ನಾನು ಆಹ್ವಾನಕ್ಕೆ ಈ ವಿಷಯಕ್ಕೆ ಬಂದಿಲ್ಲ ಅಂತಾಂಗೆ ನೀನ್ ಜೈಲಿಗೆ ಬಂದೆ ಮಹಾನ ಯೂಸುಫ್ ನಬಿ ಅಲೈಹಿ ಸಲಾತು ವಸ್ಸಲಾಂ ಚೊದ್ದ ಬಲಕ قال ربي سجن احب الي مما يدعونني اليه അല്ലാഹുവേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം قال ربي എന്റെ റബ്ബേ ഇങ്ങ ആഹ്വാനാക്കരെ ഈ വിഷയത്തെ കാണ്ടി നക്ക് ഖൈറായത് ആ ജയിലായിട്ടിക്കൽ അല്ലാഹുവേ ആ ജയിലായിട്ടിക്കൽ അല്ലാഹുവേ ആര് ചൊന്നേ നല്ല സൗന്ദര്യമുള്ള യുവപ്രായമുള്ള മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തെങ്കിലും സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലു കാരണം ആര് കണ്ടില്ലെങ്കിലും അല്ല നോക്കിയിട്ടുള്ള അല്ലെ ഒരു ബെടുക്കത്തറ പ്രവൃത്തിയാക്കുക ഞങ്ങൾ ആൾമാരെ മുന്നിൽ ആക്രമ ഇല്ല ഞങ്ങൾക്ക് ചെങ്കോರು എന്റെ ആൾമാരെല്ലാം നോക്കുന്നവರು എന്നെങ്കിൽ അതേ സന്ദർഭത്തില് ഞങ്ങൾ ഔത്തുള്ള ഒരു ബെഡ്റൂമിൽ ഞങ്ങൾ ഒത്തയിക്കുമ്പോ എന്ത് ബെടക്കാക്കും ഞങ്ങൾ മടിക്കാനില്ല എന്നെങ്കിൽ അപ്പ ഇട്ടുകൊണ്ട് മടിക്കാട്ടുണ്ടായി കാരണം ആൾമാരെ മുന്നിൽ ഞങ്ങൾ ബെടുക്ക് തറാക്കോ ചെങ്ങി കാട്ടുണ്ടെങ്കിൽ ആകാശ ഭൂമി പഠിച്ച റബ്ബിന് മുന്നോളൂ ഞങ്ങൾ ബെടുക്കാക്കുമ്പോ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെങ്ങില്ല അതൈത്തിക്ക് തക്കുവ ചൊല്ലത് അതായിട്ടിക്കൽ തക്കുവ ചൊല്ലത് അവിടെ എന്താ ചെങ്ങ വേണ്ടില്ല ഒരു ബെടുക്ക് തര പറയവും അല്ലെങ്കിൽ ബെടുക്ക് തര പ്രവർത്തിക്കവും ആൾമാരെ നാലാളുടെ മുന്നിൽ ഞങ്ങൾ ചെങ്ങി കാട്ടുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമിൽ ഉൾവിട്ടിട്ട് ഞാൻ അങ്ങനത്തെ ബെടുക്ക് തറാക്കുമ്പോ നന്റെ റബ്ബ് നന്നെ നോക്കിയിട്ടുള്ള അതായിട്ടിക്കൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലി അള്ളാഹുവിന്റെ ನಾ ಕಾವಲ್ಲಿ ಕೇಕ್ರೆ ಈ ವಿಷಯ ಇವತ್ತು മനസ്സിലാക്കുന്നു ഇന്നത്തെ കാലാവസ്ഥയിൽ ഞങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് ആ മൊബൈൽ ഫോണിൽ എത്ര നല്ലതുണ്ട് അത്ര തട്ടിൽ ബെടുക്കുത്തറുണ്ട് എന്നുണ്ടെങ്കിൽ പണ്ട് കാലത്തില് മക്ക ഔത്തു ബന്നെങ്കിൽ മോന്തിಗೆ ಔತು ಬನ್ನೆಂಟಾಂಗೆ ಉಮ್ಮಬ್ಬ അടുപ്പുകാരും എതിർ ബായിൽ നോക്കിട്ട് ಬಿಟ್ಟವರು ನನ್ನ ಮಕ್ಕ ಬಂದರಲ್ಲೇ ಚೊಂತಲ್ಲ ನಿರ್ಭಯತ್ಲಿಕ್ಕರೋರು ഇന്നത്തെ കാലം അങ്ങനല്ല മക്ക ಬೇಗ ಬಂದಂಗೂ പേടി ಔತುಂಗ ಅವನು ರೂಮು പോയിട്ട് മൊബൈലിൽ എന്താ നോക്കുന്ന ചൊന്തല്ലേ പേടി എത്തിക്കുന്നത് അങ്ങനത്തെ കാലാവസ്ഥ എത്തിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഭയപ്പെടണായത് ഞങ്ങൾ റബ്ബുടെ എത്തിക്കുന്നത് അള്ളാഹുടെ എത്തിക്കുന്നത് അതായിട്ട് റബ്ബു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് വെളിപ്പെട്ടത് തഖ്വ ചൊല്ലുന്നത് റബ്ബുടെ മുന്നിൽ ആ ചെങ്ക എന്ന് ബെടുക്ക് പ്രവർത്തിയാക്കുമ്പോൾ എന്റെ അല്ല നോക്കിയിട്ടുള്ള ചൊല്ല് ആ ചെങ്ക ഞങ്ങൾ ജീവിതത്തിൽ പറഞ്ഞു ആ അള്ളാഹുടെ കുറിച്ചിട്ട് ഞങ്ങൾ പഠിക്കുന്നു ആ കാരുണ്യത്തെ റബ്ബുടെ വിഷയത്തെ ഞങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ പോയിട്ടിരിക്കുന്നത് ഇന്നത്തെ യുവ സമൂഹത്തെ എഴുതപ്പെട്ടില്ല എത്ര തോൽച്ചെന്നുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് നേരിടുള്ള വലിയൊരു പരീക്ഷനായിട്ടിരിക്കുന്നത് ഇന്ന് ആ ആൾമാർ അറിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ചുറ്റുപാടില് ആരാ ആൾമാർ അല്ല ഇല്ല ചൊല്ല ആൾമാർ റബ്ബ് ഇല്ല ചൊല്ല ആൾമാർ ഈ ആകാശ ഭൂമിയെ പടച്ചോന്നോർത്ത് ഇല്ല ചൊല്ല ആൾമാർ ഇന്നത്തെ യുവ സമൂഹത്തിൽ എൻജോയ്മെന്റ് വേണം അങ്ങനെ അല്ല ഇല്ല ചൊല്ലുണ്ടെങ്കിൽ പിന്നെ എന്തും പ്രവർത്തിക്കല്ലേ എന്തും ആക്കല്ലേ ചൊല്ലല്ലേ അള്ളാഹു ഞങ്ങളെ മക്കളെ കാത്ത് സലാമത്താക്കട്ടെ അള്ളാഹു ഞങ്ങളെ ഈമാൻ കാത്ത് സലാമത്താക്കട്ടെ ഇത് നിറഞ്ഞിട്ട് ഞങ്ങളെ ചുറ്റുമുട്ടുള്ളൂ കോളേജിലെ ക്യാമ്പസിലും ഇങ്ങനത്തെ വിഷയം നടന്നുകൊണ്ടുണ്ടോ പല മോത്തും ഇങ്ങനത്തെ വിഷയം നടന്നുകൊണ്ടുണ്ടോ അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് നേരിടുള്ള വലിയൊരു പരീക്ഷ എത്തിക്കുന്നത് ഇത് കൂടി ഞങ്ങൾ മനസ്സിലാക്കും സഹോദരന്മാരെ രണ്ടാമത്തെ വിഷയം ഞങ്ങൾ മനസ്സിലാക്കുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് അനുസരണാക്കുക ഒരു നേതാവുടെ അല്ലാഹു കത്തിര ആരാ നേതാവ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ഞങ്ങളെ പിൻസാക്കിയ നേതാവ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച നേതാവ് വഫാത്തയുടെ നേരത്തേക്ക് യാ ഉമ്മത്തി ചൊന്തു വിളിച്ച നേതാവ് ആ നേതാവിടെ ഞങ്ങൾ അനുസരണാക്കുന്നു സഹോദരന്മാരെ എത്ര ഞങ്ങൾ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുസരണാക്കിയിട്ടുള്ള എത്ര ആ നേതാവിടെ ഞങ്ങൾ പിൻപറ്റിയിട്ടുള്ള ഓരോരുത്തവന്റെ മനസ്സിട്ട് കേൾക്കുന്നായ വിഷയം എത്തിക്കരുത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ഞങ്ങൾ അനുസരണ ഒരു യഹൂദി അള്ളാന്റെ റസൂലിന്റെ വിഷയത്തില് എന്തായി ചൊന്നിട്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താവൂ ബേജറാവൂ അർസബുണ്ട് ഞങ്ങൾക്ക് പ്രതിക്രിയ ആക്കല കാരണം ഞങ്ങൾ ഈമാൻ ഞങ്ങളെ റസൂലിന്റെ ആരെന്ന് ചൊന്നിട്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ഭയപ്പെട്ട് മുന്നേക്കൊക്കെ മനസ്സ് മണ്ണില്ല എന്നെങ്കിൽ അതേ റസൂലിന്റെ ആ റസൂലിന്റെ പലക്കത്തെ എത്ര ഞങ്ങൾ തിരസ്കാരാക്കിയിട്ടുള്ള യഹൂദിയാക്കിയിട്ടേ ഞങ്ങൾക്ക് അർസബുണ്ട് ശരി അർസബന്നു എന്നിട്ടെങ്കിൽ ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പലക്കത്തെ ഇന്നത്തെ യുവ സമൂഹം എത്രമാത്രം തിരസ്കാരാക്കുന്നുണ്ടോ ചണ്ടു സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കി പറഞ്ഞ വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് അനുസരിക്കുന്ന ഒരു നേതാവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അല്ലാഹു കത്തിയ ആ നേതാവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പലക്കത്തെ ഞങ്ങൾ എത്രമാത്രം തിരസ്കാരാക്കുന്നുള്ള ചൊന്തു ഒരു രണ്ട് വിഷയ ചൊന്തു നന്റെ ഈ
ക്ലാസ്സിൽ നിപ്പാട്ടെ. ഒന്നാമത്തെ വിഷയ ഇന്നത്തെ ഞങ്ങളെ ബാലക്കാർമാർ തലയുടെ മുടിയിൽ നോക്കിയിട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പലക്കത്തെ ഞങ്ങളുടെ തിരസ്കാരാക്കിക്കൊണ്ടുള്ള ഒരു സൈഡ് തലയുടെ മുടി പഠിച്ചിട്ട് ഒരു സൈഡ് തലയുടെ മുടി ബുഡ്ര വിഷയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തില് ഒരു ബാലക്കാർ അല്ലാഹുവിന്റെ റസൂലിന്റെ മുട്ട കടന്നു വന്നു. ആ ബാലക്കാരുടെ മുടി ഒരു സൈഡ് എടുത്തിട്ട് അതേപോലെ ഒരു സൈഡ് വിട്ടിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബാലക്കാരുടെ ചൊന്തു അതിൽ വിരോധിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಎಂತ ವಿರೋಧಿಸಿದ ಆ ಬಾಲಕ ಚೊಲ್ಲು ನೀನು ಬುಟ್ಟೆಂಟಾಗಿ ಒರೇ ಪಲ ಬಿಡುನು ಕಟ್ಟಾಕಿಂಟಾಗಿ ಒರೇ ಪಲ ಕಟ್ಟಾಕೊಂಚುಂತು. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച വിഷയ എന്നിട്ടായി അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ചൊന്നാൻ സാക്ഷ്യം വെച്ച് ചൊല്ലുചൊല്ലുല്ലേ മുസ്ലിമീങ്ങായി ഞങ്ങ ബാലക്കാർമാർ ഞങ്ങളെ മുടിയുടെ ആ ഹെയർ സ്റ്റൈൽ എങ്ങനെ ഉണ്ടിണ്ട്. ഏതാ ഒരു ക്രിക്കറ്റ് ടൗണ്, ഏതാ ഒരു ഫുട്ബോൾ ടൗണ്, ഏതാ ഒരു സിനിമ ടൗണ് ഏത് രൂപത്തിൽ കട്ടാക്കിക്കൊണ്ടുള്ള അതേ രൂപത്തിൽ കട്ടാക്കിക്കൊണ്ടുള്ള പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിടിച്ചാക്കിക്കൊണ്ടുള്ളത്? എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ അനുസരിച്ചിട്ടുള്ളേ? അതൊന്നും. രണ്ടാമത്തേത് പെണ്ണിങ്ങ സഹോദരിമാർ ഇന്നത്തെ ബാലക്കാട്ടിമാർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു സത്യവിശ്വാസിനായ പെണ്ണുങ്ങളുടെ ചൊന്തു നിങ്ങൾ ടൈറ്റ് ഫിറ്റായ വസ്ത്രം ഇടണ്ട, ടൈറ്റായ വസ്ത്രം ഇടണ്ട. അങ്ങനത്തെ വസ്ത്രം ഇട്ടിട്ട് ചാഞ്ഞും ചന്നിട്ട് നടന്നു പോണ്ടെങ്കിൽ അത്തത്തുള്ള പെണ്ണുങ്ങൾക്ക് സ്വർഗല്ല, സ്വർഗത്തെ മണപ്പോലില്ല ചൊന്തു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പെണ്ണുങ്ങൾ അനുസരിച്ചോളൂ, എത്ര പെണ്ണുമക്കൾ അനുസരിച്ചോളൂ. എന്നിട്ടായി ആ നേതാവിനെ ഞങ്ങൾ പലക്കട്ടി തിരസ്കാരാക്കണല്ലേ. എന്നിട്ടായി മനസ്സിലാക്കുന്നു ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കൊരു വലിയ പരീക്ഷ ഇട്ടിരിക്കുന്ന ഈ ദുനിയാവിൽ ഇപ്പൊ ഞങ്ങൾക്ക് നടന്നുകൊണ്ടില്ലേ. എന്തുകൊണ്ടു ഞങ്ങൾ ആ അല്ലാഹുവിന്റെ റസൂലിനെ പലക്കട്ടി തിരസ്കാരാക്ക. വിശുദ്ധ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പായിട്ടുണ്ട് ഫൽയഹ്സരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആജ്ഞയ്ക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും പോയിട്ടായെങ്കിൽ അവൻ ഭയപ്പെടട്ട്, അവൻ പേടിക്കട്ട്. എന്താ പേടിക്കേ? അൻ തുസീബഹും ഫിത്ന, ഒരു ഫിത്ന ബണ്ടതിന് അവൻ ഭയപ്പെടട്ട്, ഒരു ആപത്ത് ബണ്ടതിന് ഭയപ്പെടട്ട്. ഇന്ന് ഞങ്ങൾക്ക് ബണ്ട ആപത്തിന്റെ എന്തായിട്ടിക്കറ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പലക്കത്തെ തിരസ്കാരാക്കിക്കൊണ്ടുള്ള. ഒന്നാമത്തെ അല്ലാഹുവിന്റെ റസൂൽ ചൊന്തു നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കോ, അവന്റെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കോ. അത് ഈ ഉമ്മത്ത് തിരസ്കാരാക്കിട്ട് അത് ബലദുരന്ത. അത് ഈ ഉമ്മത്ത് തിരസ്കാരാക്കിട്ട് അല്ലാഹു അല്ലാത്ത പല പടുപ്പുകളെ വിളിച്ച് ആരാധിക്കുറായിട്ട്. രണ്ടാമത്തേത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 40 വർഷത്തെ പിടിച്ചിട്ട് 63 വർഷത്തെ ത്യാഗോജ്വലമായ ജീവനുണ്ട്. ഒരു മുസ്ലിമായവನು എങ്ങനെ ജീവിക്കൊച്ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിത്തന്ന്. അത് കുടുംബപരമാവട്ടെ രാജകീയപരമാവട്ടെ ഏത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഉത്തമമായ മാതൃക കൊണ്ടുവന്ന വിശുദ്ധ ഖുർആൻ. ആ ജീവിതത്തിക്ക് ഞങ്ങളുടെ ജീവിതം എന്നിട്ട് ആ ജീവനത്തെ ഞങ്ങൾ വലിച്ചെറിഞ്ഞ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവനത്തെ ഞങ്ങൾ തിരസ്കാരാക്ക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അൻ തുസീബഹും ഫിത്ന, അല്ലാഹു ഞങ്ങൾക്ക് ആപത്ത് തന്ന, അല്ലാഹു ഞങ്ങൾക്ക് ദുരന്തത്തെ തന്ന, ഔ യുസീബഹും അദാബുൻ അലീം, മാത്രമല്ല മരണാനന്തര അദാബായ വേദനാഭരിതമായ ശിക്ഷ ഉണ്ടെങ്കിൽ എന്തുക ശിക്ഷ അല്ല ഞങ്ങൾക്ക് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആജ്ഞയുടെ ഉല്ലംഘനാക്കിയ അല്ലാഹുവിന്റെ റസൂൽ ഒരേ പോലെ തലയുടെ മുടി ಬಿಡೋ ಚಂತು ಇಲ್ಲ ನಕ್ಕದು ಸಾಧಿಕಿಲ್ಲ ಚಂತು ಇಲ್ಲಿ ಪಿಕ್ಚರ್ ಅವನು ಸಿನಿಮತ್ತವನು ಕಟ್ಟಾಗಿರೋ പോലെ ಕಟ್ಟಾಕ್ಯ പിന്നിങ്ങ ലൂസായ വസ്ത്രം ഇടോന്നിങ്ങ ഇല്ല ഞങ്ങൾ ടൈറ്റ് ഫിറ്റ് ചെയ്ത് ചൊല്ലുന്ന എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നെ അദാബായിക്ക് ഞങ്ങൾക്ക് തന്നെ ശിക്ഷ ഇട്ടിക്കരുത്. നാളെ പരലോകത്തില് ഇതിന് താണ്ടി വലിയ ഒരു ശിക്ഷ ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ഒരു ചരിത്രം കൂടി മനസ്സിലാക്കുന്നു. ഉഹുദ് യുദ്ധത്തിന്റെ വിഷയത്തില് ഒരു ചരിത്ര മുസ്ലിമീക്ക് യാറെ പരീക്ഷണമില്ലേ ഒരു യുദ്ധമായിട്ടുണ്ട് ഉഹുദ് യുദ്ധ. ഞങ്ങൾക്ക് എല്ലാവർക്കും ಗೊತ್ತುಂಟು ഇസ്ലാമിക് ചരിത്രം തന്നത് മുസ്ലിമീക്ക് സഹാബത്ത് യാറെ പരീക്ഷയില്ലേ ഒരു യുദ്ധമായിട്ടുണ്ട് ഉഹുദ് യുദ്ധ. ആ ഉഹുദ് യുദ്ധത്തെ സന്ദർഭത്തില് ഒരിക്ക ഫസ്റ്റിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വിജയിക്കിട്ട് ആ വിജയിക്കിട്ട സമയത്തില് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള 50 സഹാബത്തെ പർവതത്തെ മേൽ നിപ്പാട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നല്ല പോലെ മനസ്സിലാക്കണു. ഞങ്ങൾക്ക് എന്തുകൊണ്ട് അല്ലാഹ് ഈ രൂപത്തിൽ ദില്ലത്തിൽ തന്നിട്ടുള്ള ചൊല്ല് ഞങ്ങൾ ഈ ചരിത്രം പഠിക്കണം. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ചൊല്ലെ 50 അടക്ക സ്വഹാബത്തിനെ ആ പർവ്വതത്തെ മേൽ നിപ്പാട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചൊല്ಲು ನನ್ನ ಆರ್ಡರ್ ಇಲ್ಲಾಂಟಿ ನೀ ಕೀಳು ಬರುತ್ತೀರಾ, ನನ್ನ ಕಲ್ಪನೆ ಇಲ್ಲಾಂಟಿ ಕೀಳು ಬರುತ್ತೀರಾ. ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ സോത്തിട്ട് ഇങ്ങനെ ഓടിപ്പോയവർ അങ്ങ് പുട്ടുപോയ ഗനീമത്ത് സ്വത്തുണ്ട് കീഴ് നബിയും ചില സ്വഹാബത്തെതിരെ ഓതി വെച്ചുകൊണ്ടിരുന്നവർ. ഈ സന്ദർഭത്തിൽ മേലുള്ള ഈ 50 അടക്കമുള്ള 50 സ്വഹാബിങ്ങ അങ്ങ് പയിച്ചിട്ടുള്ളവർ പസിത്തടിയോകാവില്ല. നബി അങ്ങോട്ട് ഉറപ്പലക വന്നു, നീ എന്തായും കീഴ് പറഞ്ഞു കിട്ടീരാ, ഈ ഇതിനെ കീഴ് പറഞ്ഞു അങ്ങ് എന്തായെങ്കിലും കീഴ് പറഞ്ഞു തീരാ. അങ്ങനെ പയിച്ച് സദിക്കില്ല. ബദലായിട്ട് നബിയും ബാക്കി സ്വഹാബത്ത് ആ യുദ്ധത്തെ ആ സ്വത്തിനങ്ങ ഓതി വെച്ചിട്ടുള്ളവർ. ഇത് നോക്കിട്ടാകുമ്പോ എനിക്ക് അവിടെ നിൽക്കുക വന്നില്ല, സീത് കീഴ് വന്നു. അങ്ങനെ ആയുധെല്ലാം വിട്ടിട്ട് അങ്ങ് കീഴ് വന്നു. ഇത് നോക്കിയ മുസ്ലിക്കിങ്ങ പാടിന് ഓടിക്കൂടി റൗണ്ട് വന്നു. ആ വന്ന സന്ദർഭത്തില് നിങ്ങളെ കയ്യിൽ എന്തില്ല ആയുധാക്കും. ആ സോളായിട്ട് യുദ്ധത്തിൽ അങ്ങ് കിട്ടേ എന്തായിട്ട് ആ ചെറിയ ഒരു സോൾ അങ്ങ് കിട്ടോ. കാരണം എന്തേ നോക്കൂ, എത്രമാത്രം ഗൗരവമുള്ള വിഷയ. നബി അങ്ങനത്തെ എന്ത് ചൊല്ലേ, ഇങ്ങ കീഴ് വരണ്ട. നബിയുടെ പലക്കത്ത് തെല്ല് മീരിട്ടങ്ങ് കീഴ് വന്നോ അള്ളാഹു കൊട്ടങ്ങ് ശിക്ഷ എത്തിക്കുന്നു. ആ യുദ്ധത്തിലുള്ള സോളായിട്ടിക്കണക്ക് നോക്കൂ, എത്ര ഗൗരവമുള്ള വിഷയല്ലേ. ഞങ്ങളെ നേതാവിടെ പലക്കത്ത് ഞങ്ങൾ എത്ര മാത്രം തിരസ്കാരാക്കിയിട്ടുള്ള സഹോദരന്മാരെ. എന്നിട്ട് ഞങ്ങൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂൽ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചങ്ങ ആ നേതാവിടെ പലക്കത്ത് എത്ര മാത്രം തിരസ്കാരാക്കിയിട്ടുള്ള അതിന് ദില്ലത്തായിട്ട് അള്ളാഹ് ഞങ്ങൾക്ക് തന്നിട്ടില്ലേ, അള്ളാഹ് ഞങ്ങൾക്ക് തന്നിട്ടില്ലേ. അതുകൊണ്ട് എന്റെ പിരിസത്തെ എല്ലാത്തിനും ചൊല്ലുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് 60 വർഷമാ 70 വർഷമാ ആമാറുമിൻ ഉമ്മത്തി മാ ബൈന 60 വ 70 60 ഉൽഗത്തിൽ ആയുസ് അല്ല ഞങ്ങൾക്ക് തണ്ട. ഈ ആയുസില് അല്ല എന്ത് ഞങ്ങൾക്ക് നിയമമാക്കിരമാ, അള്ളാന്റെ റസൂൽ എന്ത് ഞങ്ങൾക്ക് പഠിപ്പായിട്ടാണ് കൃത്യമായിട്ട് പഠിച്ചിട്ട് അതേപോലെ മരിക്കുന്നവർത്തോളം ആ മാർഗത്തിൽ ഞങ്ങൾ നിലനിൽക്കുന്നു. അള്ളാഹുട്ടെ പ്രാർത്ഥിക്കുന്നു. കാരണം എന്ത് ചൊല്ലിട്ടെങ്കിൽ ഞങ്ങൾ എല്ലാവർക്കും മരിപ്പുണ്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും മരണ ചൊല്ലത് യാഥാർത്ഥ്യ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പണ്ടുള്ള ചൊല്ലത് ഞങ്ങൾ ആരും മറക്കുകുത്തിയതാ. സഹോദരന്മാരെ നോക്കൂ, ഞങ്ങൾ റൂഹു ഏത് സന്ദർഭത്തിൽ ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു കൊണ്ട് ചൊല്ലൂ സാധ്യമല്ല. ഞങ്ങൾക്ക് ആർക്കും ചൊല്ലും സാധ്യമില്ല. അതുകൊണ്ട് ആ ടൈം ബണ്ടേക്ക് മുന്നോ എന്തിട്ട് അള്ളാഹു ഞങ്ങൾക്ക് പഠിപ്പാട്ടുന്നത് അതിന്റെ ജീവിതത്തിൽ ഞങ്ങൾ പാലനാക്കുന്നു. ബദലായിട്ട് അള്ളാഹു വിരോധിച്ച് ഒരു തെരുക്ക് പോവാത്ത പോലെ ഞങ്ങളുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ റൂഹ് എടുക്കുന്ന ഒരു നാളുണ്ട്. റൂഹ് എടുക്കുന്ന ചെന്നിട്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ രണ്ട് പക്ക തടിയിൽ നിന്ന് റൂഹ് എടുക്കുക. ഒന്ന് അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമുത് ഫീ മനാമിഹാ. വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. അള്ളാഹു നിങ്ങളെ മരണ നേരത്തിൽ നിങ്ങളെ റൂഹിനെ പരിപൂർണമായിട്ട് എടുക്കുക. പിന്നോർക്ക് എപ്പോ എടുക്കരേ വല്ലതി ലം തമുത് ഫീ മനാമിഹാ. നിങ്ങളെ വറക്കുന്ന ടൈമിൽ അള്ളാഹു നിങ്ങളെ റൂഹ് എടുക്കുക. നിങ്ങളെ വറക്കുന്ന ടൈമിൽ അള്ളാഹു റൂഹ് എടുക്കുക. പിറ്റേണ്ട ആളുകൾ ഉദ്ദേശിക്കുന്ന എനിക്ക് മാത്രമേ ആ റൂഹ് തിരിച്ചു കൊടുക്കുക. അതുകൊണ്ടല്ലേ എനിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടല്ലേ ദുആ അൽഹംദുലില്ലാഹി അൽദി അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ. എന്നർത്ഥ ബഅദമാ അമാതനാ മരിച്ചതിൽ പിന്നെ എന്റെ ഹയാത്താക്കി റബ്ബ് കേട്ടിരിക്കുന്ന സർവസ്തുതി. ഞങ്ങൾ ഇപ്പൊ ഇൻഷാ അല്ലാഹ് ജാഗ് പറഞ്ഞു പോയിട്ടെങ്കിൽ ഞങ്ങൾ റൂഹ് അല്ല എടുക്കുക. തിരിച്ച് തന്റെ ചൊല്ല് ഞങ്ങൾക്ക് ആർക്കും ഗ്യാരണ്ടി ചൊല്ലുകാവില്ല. അത്ര നിസ്സാരമായിട്ടിരിക്കുന്ന സഹോദരന്മാരെ. അതുകൊണ്ട് ആ റൂഹ് എപ്പോ പോണ്ട് ചൊല്ലുക സാധ്യമല്ല. വിനയത്തോടു കൂടി ഈ ദുനിയാവിൽ നടക്കുന്നു. സകല ഇബാദത്തും അള്ളാഹു മാത്രമേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഒപ്പിയെടുത്തിട്ട് ആ ജീവിതത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുടെയും റസൂലിനെയും അനുസരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസിമാരുടെ കൂട്ടത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിക്ക് ഇസ്സത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ നമ്മുടെ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ എല്ലാവരും കാത്തു സലാമത്താക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് നാവിൽ ചൊല്ലുകയും മനസ്സിൽ ഉറപ്പിക്കുകയും അവസാനമായിട്ട് ഈ ദുനിയാവിടെ പിരിഞ്ഞിപ്പോണ്ട നേരത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊല്ല് മരിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. സീക്ക് കൊണ്ട് കഷ്ടപ്പാടുകൊണ്ട് എത്ര ആൾമാറുള്ളൂ ഷാഫിയായ റബ്ബ് എല്ലാവർക്കും പരിപൂർണമായ സിഫത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.